നമസ്കാരം. തടൈ ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വലിയ ചോദ്യചിഹ്നമായിരുന്നു ഇലക്ഷനിൽ വിജയ് നയിക്കുന്ന TVKക്ക് ഭൂരിപക്ഷം ലഭിക്കുമോ എന്നത്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്ന് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി. എന്നാൽ പിന്നാലെ ഉയർന്നു വന്ന ചോദ്യം വിജയ് ഒഴിഞ്ഞ തൃച്ചി സീറ്റിൽ ആര് മത്സരിക്കും എന്നുള്ളതായിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളും ഉയർന്നു വന്നിരുന്നു. ആദ്യം ഈ സീറ്റിൽ നടി തൃഷ കൃഷ്ണൻ മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. പിന്നാലെ നടൻ ലോറൻസ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന രീതിയിലും സൂചനകൾ പുറത്തു വന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന്റെ സാധ്യത തള്ളാതെ MK സ്റ്റാലിൻ. മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി വിജയ് ഒഴിഞ്ഞ തൃച്ചി സീറ്റിൽ സ്റ്റാലിൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വിജയ് ഒഴിഞ്ഞ മണ്ഡലമാണ് തൃച്ചി ഈസ്റ്റ്. വീണ്ടും തോറ്റാൽ കനത്ത തിരിച്ചടിയാകുമെന്ന ആശങ്കയുമുണ്ട്. DMK സർക്കാരിന്റെ അഴിമതികൾ ചർച്ചയാകുന്നു എന്നതിനാൽ സ്റ്റാലിൻ കുടുംബം ആശയക്കുഴപ്പത്തിലാണ്. മുതിർന്ന DMK നേതാവ് KN നെഹ്റു പുതുക്കോട്ടയിൽ നടന്നൊരു യോഗത്തിൽ മുൻ മുഖ്യമന്ത്രി ഉടൻ നിയമസഭയിലേക്ക് തിരിച്ചെത്തുമെന്ന് വ്യക്തമാക്കിയതോടെയായിരുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും സ്റ്റാലിന്റെ പേര് ഉയർന്നു വന്നത്. നിയമസഭയിൽ സ്റ്റാലിന്റെ അഭാവത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രി വിജയുടെ പരിഹാസത്തിന് മറുപടിയായിട്ടായിരുന്നു നെഹ്റുവിന്റെ പരാമർശം. നിയമസഭയിലില്ലെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ താൻ സന്നിഹിതനാണെന്ന് പരിഹാസത്തിന് മറുപടിയായി സ്റ്റാലിനും പറഞ്ഞിരുന്നു. നിയമസഭാ പ്രസംഗത്തിനിടെ വിജയ് നിങ്ങളുടെ അച്ഛൻ എവിടെ എന്ന ചോദ്യത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു കഥ പറഞ്ഞതോടെയായിരുന്നു രാഷ്ട്രീയ യുദ്ധം വീണ്ടും ആരംഭിച്ചത്. ഉദയനിധി സ്റ്റാലിന്റെയും പിതാവ് MK സ്റ്റാലിന്റെയും സഭയിലെ അഭാവത്തിനെതിരായ ഒരു പരിഹാസമാണ് ഈ പരാമർശം വ്യാപകമായി വ്യാഖ്യാനിക്കപ്പെടാൻ കാരണമായത്. വിജയുടെ പരാമർശത്തിനെതിരെ അദ്ദേഹത്തിന്റെ സഖ്യ കക്ഷികളിൽ ചിലർ പോലും വിമർശനം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസ്സിന് യോജിച്ചതല്ല ഈ പരാമർശമെന്നും വ്യക്തിപരമായ പരാമർശം വിജയ് ഒഴിവാക്കണമെന്നും ചിലർ പറഞ്ഞു.